മുഖ്യമന്ത്രിയുടെ വാക്കുകളെ തുടർന്നാണ് ഇന്നലെ സജി ചെറിയാൻ വളരെ ആപൽക്കരമായ അപകടകരമായ ഒരു പ്രസംഗം ആലപ്പുഴയിൽ നടത്തിയത്. അദ്ദേഹം കാസർകോട്ടെയും മലപ്പുറത്തെയും തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാരുടെ എണ്ണം പറഞ്ഞുകൊണ്ട് നടത്തിയ പ്രസംഗം എനിക്കത് ആവർത്തിക്കാൻ പോലും കഴിയില്ല. എത്ര അപകടകരമായ ഒരു പ്രസംഗമാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ CPM-ൻ്റെ ഒരു അജണ്ടയാണ് വർഗീയ ധ്രുവീകരണം, വർഗീയത ആളിക്കത്തിക്കുക. അതാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങളിൽ കാണുന്നത്. അതാണ് അതേ തുടർന്ന് സജി ചെറിയാൻ നടത്തിയ പ്രസംഗം. ഇന്ന് സജി ചെറിയാൻ തിരുത്തി പറയാൻ ശ്രമിച്ചപ്പോഴും നേരത്തെ പറഞ്ഞത് തന്നെയാണ് വീണ്ടും പറഞ്ഞത്. അത് CPM-ൻ്റെ ഒരു അജണ്ടയാണ്. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ CPM വർഗീയ കാർഡ് കളിക്കാൻ ശ്രമിക്കുകയാണ്. വിവിധ സമൂഹങ്ങളെയും മതങ്ങളെയും മതവിശ്വാസികളെയും ഒന്നിപ്പിച്ചു കൊണ്ടുപോകേണ്ട ഈ കേരളത്തിൽ ഇന്ന് പൂർണ്ണമായും മതപരമായി ഭിന്നിപ്പിക്കുക, വർഗീയമായി ചേരിതിരിവുണ്ടാക്കുക എന്നുള്ളതാണ് CPM-ൻ്റെ അജണ്ട. നിങ്ങൾ തോക്കിക്കയറി വെടിവെക്കാതെ വർഗരാഷ്ട്രീയം അല്ലെങ്കിൽ വർഗപരമായ രാഷ്ട്രീയം വിട്ടുകൊണ്ട്, പ്രത്യയശാസ്ത്രങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് വർഗീയ രാഷ്ട്രീയത്തെ പുൽകുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രതിഫലനമാണ് കേരളത്തിൽ ഓരോ രംഗത്തും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി, UDF വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തരമന്ത്രി എന്ന് വരെ പറഞ്ഞ AK ബാലനെ പിന്തുണയ്ക്കാൻ മുഖ്യമന്ത്രി മുന്നോട്ട് വന്നു. പാർട്ടി സെക്രട്ടറി ഒരു തവണ തള്ളി പറഞ്ഞു, പിന്നെ പാർട്ടി സെക്രട്ടറിയുടെ സ്വരം പോലും കേട്ടിട്ടില്ല. പിന്നെ അദ്ദേഹം അതിനെപ്പറ്റി ഒരു അക്ഷരം പറയാൻ പാർട്ടി സെക്രട്ടറി തയ്യാറായില്ല. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ വർഗീയമായ ചേരിതിരിവുണ്ടാക്കാൻ CPM ബോധപൂർവമായി ശ്രമിക്കുകയാണ്. അതിനെതിരെ നമ്മളെല്ലാവരും ജാഗരൂകരായിരിക്കണം. അതാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.